മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ തിരുവനന്തപുരത്ത് ഹർത്താലായിരുന്നു. ഫെബ്രുവരി മാസം 1-ാം തീയതി 2017 ഇന്നലെ ഹർത്താലായിരുന്നു. യഥാർത്ഥത്തിൽ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. ബസ്സുകളൊന്നും ഇറങ്ങിയില്ല, ലോറികളൊന്നും ഇറങ്ങിയില്ല, കാറുകളും സ്കൂട്ടറുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയെടുത്ത് തിരുവനന്തപുരം വെറുതെ ഒന്ന് കറങ്ങി കാറിൽ. എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിലപ്പുറത്തുള്ള ഭംഗി, വൃത്തി ഇന്നലെ തിരുവനന്തപുരത്ത് കാണേണ്ടായി. ചില കോർണറുകളിൽ വേസ്റ്റ് ഡംപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വൃത്തികേടില്ല എന്നൊരിക്കലും പറയണില്ല. കോർണറുകളിൽ ഡംപ് ചെയ്തിരിക്കുന്ന വൃത്തികേടുകൾ കാര്യമായിട്ട് ചില പ്രദേശത്തുണ്ട്. ആ പ്രദേശത്തെ മാറ്റി നിർത്തിയാൽ നാഷണൽ ഹൈവേയും സ്റ്റേറ്റ് ഹൈവേയും സിറ്റിക്കകത്തുള്ള റോഡുകളും എല്ലാത്തിലൂടെയും വണ്ടി ഓടിച്ചപ്പോൾ അസാധാരണമായിട്ടുള്ള ക്ലീൻലിനെസ് ആൻഡ് നീറ്റ്നെസ് കാണാൻ സാധിച്ചു. കേരളം ഭരിക്കുന്നതും ഇടതുപക്ഷ പാർട്ടികളാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നതും ഇടതുപക്ഷ പാർട്ടികളാണ്. ബാക്കിയുള്ളത് പ്രതിപക്ഷങ്ങളാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നതിലൊരു പ്രത്യേകത അടുത്ത കാലത്ത് കണ്ടത്, പരസ്പരം എല്ലാവരും സഹകരിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം. അവനവന്റെ വാർഡിൽ നടത്തേണ്ട എല്ലാ കാര്യങ്ങളും വാർഡ് മെമ്പേഴ്സ് ഇറങ്ങിച്ചെന്ന് നടത്തുന്നതായിട്ട് കേട്ടു, ചില സ്ഥലത്ത് കണ്ടു. നമ്മുടെ നാട് ആത്മീയമായിട്ട് ഉയരണം, ഭൗതികമായിട്ട് ഉയരണം, സാമ്പത്തികമായിട്ട് ഉയരണം, വ്യാവസായികമായിട്ട് ഉയരണം. നമ്മുടെ നാട് എവിടെയെല്ലാം ഏതെല്ലാം രീതിയിൽ ഉയരാൻ സാധിക്കുമോ അങ്ങനെ ഉയരുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി, ആഹാരശുദ്ധി. ഇതിൻ്റെ കൂട്ടത്തിലാണ് ഗ്രാമശുദ്ധി കൂടി പെടുത്താം. കുടുംബശുദ്ധി എന്ന് പിന്നൊരു സ്ഥലത്ത് നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാമശുദ്ധി അത് ആത്മീയതയുടെ പരമകാഷ്ഠയാണ്. നമ്മുടെ ഓരോ റോഡുകളും വീടും വീടിൻ്റെ വക്കിലും എല്ലാം അടുത്ത കാലത്ത് വളരെ ചീപ്പായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും, ഞാൻ താമസിക്കുന്ന വഴിയിൽ രാവിലെ ഒരു 7 മണിക്ക് ഒരു 7-8 ജോലിക്കാർ വന്നു. ഒരു 15 മിനിറ്റ് കൊണ്ട് ആ റോഡിൻ്റെ പരിസരം എല്ലാം പെർഫെക്റ്റ്ലി ക്ലീനാക്കി അവിടെയുള്ള ചവറുകൾ അടിച്ച് തീയിട്ടിട്ട് അവർ പോയി. 10 ദിവസം കഴിഞ്ഞു അവർ വന്നിട്ട്. പക്ഷെ ക്ലീൻലിനെസ് ഇപ്പോഴും അതേപോലെയുണ്ട്. ഉണങ്ങിയ ചില ഇലകൾ അവിടെ അവിടെ വീണ് കിടക്കുന്നു എന്നുള്ളത് ഒഴികെ ക്ലീൻലിനെസ് ഉണ്ട്. നമ്മുടെ മനസ്സ് ക്ലീൻ ആകണം, ശരീരം ക്ലീൻ ആകണം, നമ്മുടെ വീട്ടിനകത്ത് ക്ലീൻ ആവണം, നമ്മുടെ വീടിൻ്റെ പുറത്ത്, നമ്മുടെ പറമ്പ് പുരയിടം ക്ലീൻ ആയിരിക്കണം, നമ്മുടെ റോഡുകൾ ക്ലീൻ ആയിരിക്കണം, നമ്മുടെ ഗ്രാമം ക്ലീൻ ആയിരിക്കണം, നമ്മുടെ പട്ടണം ക്ലീൻ ആയിരിക്കണം. ഇന്നലത്തെ ഹർത്താലിൽ ഞാൻ ആ വാഹനത്തിലൂടെ കുറേ കറങ്ങി നടന്നപ്പോൾ എത്ര ക്ലീൻ ആൻഡ് നീറ്റാ. കുറേ കാലം കാനഡയിലും അമേരിക്കയിലും ഉണ്ടായിരുന്നു, ഇടയ്ക്ക് സിംഗപ്പൂരിൽ പോയിരുന്നു, ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലുണ്ടായിരുന്നു. ഏതാണ്ട് അത്രയൊന്നും താരതമ്യം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ ചവറ് കൂനകളും വേസ്റ്റുകളും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന പ്രദേശം ഒഴികെ ബാക്കി എല്ലായിടത്തും ജോലിക്കാർ കുറേയധികം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നു. കോർപ്പറേഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിലും വലിയ വിവാദങ്ങളില്ലാതെ ഭംഗിയായിട്ട് അവർ ഭരിക്കുന്നു. BJP MLA-മാരുടെ നമ്പർ വളരെ കൂടുതലാണ്, കോൺഗ്രസ്സുകാരുണ്ട്. എല്ലാവരും കുറേ അധികം സഹകരിച്ച് നല്ല രീതിയിൽ അവനവൻ്റെ വാർഡ് ക്ലീനാക്കാനായിട്ട് പരിശ്രമിച്ച് അതിൻ്റെ സൂപ്പർവിഷനും കൂടി നടത്തുമ്പോൾ സ്വച്ഛ ഭാരതം എന്ന സങ്കല്പം ധന്യമായിട്ട് തിരുവനന്തപുരത്ത് നടപ്പാക്കുന്നതായിട്ട് കാണുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വടക്കൻ കേരളത്തിലേക്ക് നിരന്തരം പ്രഭാഷണത്തിനായിട്ട് യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലും അസാധാരണമായിട്ടുള്ള മാറ്റങ്ങൾ ഈ അടുത്ത കാലത്ത്
ചില സ്ഥലത്തുള്ള കുഴപ്പങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നന്നായിട്ട് മാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. റോഡുകൾ നന്നായിട്ടുണ്ട്, റോഡ് സൈഡുകൾ നന്നായിട്ടുണ്ട്. ശരിക്കും കേരള ഗവൺമെന്റ് ഒരാഴ്ച പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുകൾക്കും നിർദ്ദേശവും ആവശ്യമായിട്ടുള്ള സമ്പത്തും കൊടുത്താൽ കേരളം മൊത്തത്തിൽ സ്വർഗസമാനമാകും എന്നുള്ളതും ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനമായും മാറുമെന്നുള്ളതും മറ്റ് സംസ്ഥാനങ്ങൾക്ക് അതൊരു മാതൃകയായി തീരുമെന്നുള്ളതും ഉറപ്പാണ്. ആര് ഭരിക്കട്ടെ ആര് ഭരിക്കാതിരിക്കട്ടെ. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഈ കോടതി കേസുകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനായിട്ട് BJP നേതാവ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയെ ഞാൻ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നെയും വിളിച്ചിരുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹം BJP നേതാവാണെങ്കിലും കൈകാര്യം ചെയ്യുന്നത് അത്രയും മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കേസുകളാണ് എന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. ഒരു BJP നേതാവ് കൈകാര്യം ചെയ്യുന്ന കോടതി കേസുകളൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആവുക. സാധാരണ BJPക്കാർ കേസ് BJPക്കാരായിട്ടുള്ള അഡ്വക്കേറ്റുമാരുടെ കയ്യിൽ കൊടുക്കും, CPMകാരായിട്ടുള്ള അഡ്വക്കേറ്റുമാരുടെ കയ്യിലായിരിക്കും സാധാരണഗതിയിൽ അവരുടെ കേസുകൾ കൊടുക്കുക എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ, അപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ശ്രീധരൻപിള്ള എന്ന BJP അഡ്വക്കേറ്റിന് മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ കേസുകളാണ് കൂടുതലും കൈകാര്യം ചെയ്യാനായിട്ട് വരുന്നതും ഉള്ളത് എന്ന് പറയുമ്പോൾ ഒരു അസാധാരണ സന്തോഷം എനിക്ക് അതിൽ തോന്നി. അതായത് നിങ്ങൾ ഏത് പക്ഷത്തിലുള്ളവനാണ്, ഞാൻ ഏത് പക്ഷത്തിലുള്ളവനാണ് എന്നുള്ളതല്ല ഇമ്പോർട്ടൻ്റ്. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എല്ലാവരും ഒരുമിച്ച് ചേരുക, എല്ലാവരും ഒരുമിച്ച് ചേരുക. ബാക്കിയുള്ള പല കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു വീട്ടിൽ തന്നെ ഉള്ളവർക്ക് എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രയോ കാര്യത്തിലുണ്ടാവും. പക്ഷേ നമ്മളുടെ നാടിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കും അൾട്ടിമേറ്റ് ഗോൾ എന്നുള്ളത് രാഷ്ട്രമാണെങ്കിൽ, ആ രാഷ്ട്രത്തിലെ ജനതയുടെ നന്മയാണെങ്കിൽ അതിന് നമുക്ക് ഒരുമിച്ചായി സഹകരിച്ചൂടെ? ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും നന്മ ചെയ്യുമ്പോൾ കൂടെ നിൽക്കാൻ എന്തൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കാം. അത് ഇന്നലെ ഹർത്താൽ ദിവസം തിരുവനന്തപുരം റോഡിലൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ആ ഭംഗി ആസ്വദിക്കാൻ സാധിച്ചു എന്നുള്ള ചെറിയൊരു കാര്യം. ഇത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ വലിയൊരു ആഹ്ലാദമുള്ളത് കൊണ്ടാണ് സമർപ്പിച്ചത്. പ്രണാമം, നമസ്കാരം.